നഗരവികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി കോതമംഗലം നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്ക് 1 കോടി ഉൾപ്പെടെയുള്ള തുക വകയിരുത്തിയാണ് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. കോതമംഗലം നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി അവതരിപ്പിച്ചു. 2026-27 വർഷത്തെ കോതമംഗലം നഗരസഭയുടെ ബഡ്ജറ്റ് ഇന്നിവിടെ അവതരിപ്പിച്ചപ്പോൾ 7,16,71,100 രൂപ മുന്നൊരുപ്പും 83,54,07,800 രൂപ വരവും നടപ്പ് സാമ്പത്തിക വർഷം 84,76,63,900 രൂപ ചെലവും കണക്കാക്കി 54,55,500 രൂപ നീക്കിയിരിപ്പുള്ള ബഡ്ജറ്റാണ് ഇന്ന് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. നഗരത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയും, അവർ താമസിക്കുന്ന സ്ഥലത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള ഫണ്ടുകൾ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1 കോടി രൂപ കോതമംഗലം നഗരസഭ ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ബാക്കി തുക സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി പാർപ്പിടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും, നഗരസഭാ പരിധിയിലുള്ള ആളുകൾക്ക് പാർപ്പിടം ഈ വർഷം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് കൗൺസിലിൻ്റെ ഒരു തീരുമാനവും ആഗ്രഹവും. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗൺ ഹാളിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 2 കോടി രൂപ നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പോരാത്ത പണം മറ്റ് ധനകാര്യ ഏജൻസികളിൽ നിന്നും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൽ നിന്നെല്ലാം ലഭ്യമാക്കുന്ന മുറയ്ക്ക് ടൗൺ ഹാളിൻ്റെ പണികൾ ആരംഭിക്കാനാണ് കൗൺസിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. 71,67,100 രൂപ മുന്നിരിപ്പും 83,05,47,800 രൂപ വരവും 84,76,63,900 രൂപ ചെലവും കണക്കാക്കി 5,45,55,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് കൗൺസിൽ പാസാക്കിയത്. ലൈഫ് പദ്ധതിക്ക് നഗരസഭാ വിഹിതമായി 1 കോടി രൂപ, ടൗൺ ഹാൾ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ, പൊതുശ്മശാനത്തിന്റെ ലാൻഡ്സ്കേപ്പിംഗ് പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ എന്നിവ വകയിരുത്തി. നഗരസഭാ പരിധിക്കുള്ളിലെ താമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും പിന്നാക്ക വരുമാനക്കാരായ തദ്ദേശവാസികൾക്കും ക്രിമേഷനും ആംബുലൻസ് സൗകര്യവും സൗജന്യമായി നൽകും. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 1 കോടി രൂപ, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന്റെ കാലപ്പഴക്കം മൂലം പൊളിച്ചുമാറ്റി തലസ്ഥാനത്ത് പുതിയ കെട്ടിടം പണിയാൻ 6 കോടി രൂപ, മുൻ വർഷങ്ങളിൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുള്ള തുകയായ 70 ലക്ഷം രൂപ, ഓഫീസ് നവീകരണത്തിനായി 1.5 കോടി രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. ABC സെന്റർ ആരംഭിക്കുന്നതിനും തെരുവുനായ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണത്തിനായി ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നതിനും 25 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 85 ലക്ഷം രൂപ വകയിരുത്തി. കൂടാതെ കാർഷിക ഉൽപാദന മേഖലകളിൽ 1,27 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ഡയാലിസിസ് നടത്തുന്ന വൃക്കരോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ചികിത്സാ ധനസഹായം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപ, വെണ്ടുവഴി വെൽനസ് സെന്ററിന് സ്ഥലം വാങ്ങാൻ 30 ലക്ഷം രൂപ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി 14 ലക്ഷം രൂപ, ICU സൗകര്യമുള്ള അത്യാധുനിക ആംബുലൻസ് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ, ശുചിത്വ നഗരം, സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവ സ്ഥാപിക്കുന്നതിന് DPR തയ്യാറാക്കാൻ 10 ലക്ഷം രൂപ എന്നിങ്ങനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയ്യപ്പൻ മടിയുടെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കോതമംഗലത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിന് 10 ലക്ഷം രൂപ, കായിക മേഖലയുടെ ഉന്നമനത്തിനായി രാമല്ലൂർ, കറുകടം, പുതുപ്പാടി എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങി മിനി സ്റ്റേഡിയം നിർമ്മാണത്തിന് 1.5 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തിയിട്ടുണ്ട്.
കൂടാതെ പുറമ്പോക്ക് നിവാസികൾക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള പദ്ധതിക്കായും തുക മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക, പാർപ്പിട, കുടിവെള്ള, കായിക, ആരോഗ്യ മേഖലകൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും തുല്യ പ്രാധാന്യം നൽകി പ്രാദേശിക സാമ്പത്തിക വികസനത്തിനാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഊന്നൽ നൽകുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് ഫർക്കി ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി. ബജറ്റ് അവതരണ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു.